ആനന്ദ് കൊച്ചുകൂടി താങ്കൾ ആ മണ്ഡലത്തിൽ പലയാവർത്തി പോയ ആളാണ്. ഈ പറയുന്ന മേഖലകളിലൊക്കെ താങ്കളും പോയി സന്ദർശിച്ച ആളാണ്. 70.5 ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നത്, ഏറ്റവും ഒടുവിൽ ദ ഫൈനൽ പോളിംഗ് ശതമാനം എന്ന മട്ടിൽ ഏറ്റവും ഒടുവിൽ വരുന്ന കണക്ക് ഈ പറഞ്ഞ 70.51% തന്നെയാണ്. അതൊരു പക്ഷേ നാളെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ളവരുടെ കൂടി അപ്ഡേറ്റ് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് കൂടുമായിരിക്കും. പിരായിരിയിൽ വോട്ട് ശതമാനം കുറവാണെന്ന് പറയപ്പെടുന്നു. പഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക് വരേണ്ടിയിരിക്കുന്നു. നഗരസഭയിൽ ഏതാണ്ട് കഴിഞ്ഞ തവണത്തേതിന് അത്രയും തന്നെ പോളിംഗ് ശതമാനം ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. അതും അറിയണമെങ്കിൽ നഗരസഭയും ഓരോരോ പഞ്ചായത്തും ബൂത്ത് തിരിച്ചുള്ള കണക്കുകൾ വന്നാൽ മാത്രമേ അതിനൊരു ക്ലാരിറ്റി കിട്ടുകയുള്ളൂ. ഒറ്റ നോട്ടത്തിൽ ഈ ശതമാനം അഡ്വാൻറ്റേജ് UDF ആണോ, അഡ്വാൻറ്റേജ് LDF ആണോ, അഡ്വാൻറ്റേജ് സി കൃഷ്ണകുമാറാണോ? അല്ല, അവിടെ UDFിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കണക്ക് വന്നതിന് ശേഷം UDF ഒന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഈ പിരായിരിയിലാണ് കഴിഞ്ഞ തവണ UDFിന് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ BJPയുടെ 6000 ചില്ലുവാനും വോട്ടിൻ്റെ മെജോറിറ്റി മറികടക്കാൻ അവിടെ കിട്ടിയ വോട്ടുകൾ ഏകദേശം ടാലി ചെയ്യുമ്പോൾ തുല്യമായിരുന്നു. അപ്പോൾ അവിടെ പോളിംഗ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ മൈനോറിറ്റി വോട്ടേഴ്സ് കൂടുതലുള്ള സ്ഥലമാണ്. CPMൻ്റെ അവസാനത്തെ പോഴിക്കടകൻ സുപ്രഭാതത്തിലും സിറാജിലും വന്ന പരസ്യം മാത്രമല്ല, അത് വലിയ വാർത്താ പ്രാധാന്യം കിട്ടി. ശരിക്കുള്ള പോഴിക്കടകൻ എന്താണെന്ന് ഞാൻ പറയാം. അതെന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രി അവസാനമൊക്കെ ആയപ്പോൾ ഈ തങ്ങളെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്തിനാണ് പറഞ്ഞത്? അതിന് തുടക്കമിട്ടത് ഈ CPMന് വേണ്ടി സമസ്തയിൽ പ്രവർത്തിക്കുന്ന ഉമർ ഫൈസി മുക്കമാണ് പറഞ്ഞത്. സാദിഖ് അലി തങ്ങൾ ഒരു പണ്ഡിതനെയല്ല എന്ന് പറഞ്ഞു. അതിന് ഭയങ്കര ഒരു റിയാക്ഷൻ ഉണ്ടായപ്പോൾ അദ്ദേഹം ഒന്ന് തണുപ്പിച്ചു. ജിഫ്രി തങ്ങൾ പേരിന് അത് തള്ളി പറയുകയും ചെയ്തു. അതിനുശേഷം മുനമ്പം വിഷയം കത്തിക്കൊണ്ടിരിക്കുകയാണ്, BJP കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണകുമാർ മുനമ്പത്ത് പോകുന്നു, നമ്മൾ കേട്ടിട്ടുണ്ടോ? പാലക്കാട് നിന്ന് അയാൾ മുനമ്പത്ത് പോകാൻ അയാൾക്ക് എന്ത് കാര്യം? പക്ഷേ അയാൾ അവിടെ പോകുന്നു. പിറ്റേ ദിവസം പാലക്കാട് ബിഷപ്പ് അവിടെ പോകുന്നു. അപ്പോൾ ഉമർ ഫൈസി മുക്കത്തിൻ്റെ അടുത്ത ഗോള് എന്താണ്? മുനമ്പം വഖഫ് പ്രോപ്പർട്ടിയാണെന്ന്. ആരാണ് പറയുന്നത്? BJP അല്ല പറയുന്നത്. ഇവിടെ പണ്ഡിത ശ്രേഷ്ഠൻ എന്ന് പറയുന്ന CPMന് വേണ്ടി സമസ്തയിൽ പ്രവർത്തിക്കുന്ന സമസ്തയുടെ സെക്രട്ടറിയായ ഉമർ ഫൈസി മുക്കമാണ് പറയുന്നത്. അതിനുശേഷം മുസ്തഫ മുണ്ടുപാറ, ഈ സുപ്രഭാതത്തിൻ്റെ CEO, അദ്ദേഹം ലേഖനം എഴുതുന്നു, മുനമ്പം വഖഫ് പ്രോപ്പർട്ടിയാണ്, അങ്ങനെ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല. അതിനുശേഷമാണ് അന്ന് ഈ INL എന്ന് പറയുന്ന ഞാഞ്ഞൂൽ പാർട്ടി അബ്ദുൾ അസീസ് പത്രസമ്മേളനം വിളിക്കുന്നു, മുനമ്പം വഖഫ് പ്രോപ്പർട്ടിയാണ്. ഇതെല്ലാം CPM പറഞ്ഞ് ചെയ്യിക്കുന്നതാണ്. അതിന് തെളിവ് എന്താണെന്ന് ഞാനിപ്പോൾ അടുത്ത കാര്യം പറയുമ്പോൾ ഹാഷ്മിക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ പാലക്കാട് പട്ടാമ്പി വഴി തൃശ്ശൂർ എത്തിയിട്ടാണ് നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ലേറ്റ് ആയതിൽ ക്ഷമിക്കണം, ഇവിടെ റോഡുകളുടെ അവസ്ഥ ഹാഷ്മിക്ക് അറിയാമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം AV ഗോപിനാഥിൻ്റെ വീട്ടിൽ പോയപ്പോൾ, പെരിങ്ങോട്ടുകുറിശ്ശിയിൽ പോയപ്പോൾ, അവിടെ KP അനിൽകുമാർ വരുന്നു. KP അനിൽകുമാർ AV ഗോപിനാഥിനോട് പറഞ്ഞ് സെറ്റ് ചെയ്യുന്നു, നമ്മൾ CP മുഹമ്മദ് പട്ടാമ്പിയിൽ CP മുഹമ്മദിൻ്റെ വീട്ടിൽ പോയി നിങ്ങൾ രണ്ടുപേരെയും കൊണ്ട് ഒരു പത്രസമ്മേളനം ചെയ്യിക്കും. എന്താണ് പത്രസമ്മേളനം? സന്ദീപ് വാര്യരെ എടുത്തതുകൊണ്ട് കോൺഗ്രസിൻ്റെ ന്യൂനപക്ഷ വോട്ടർമാരെല്ലാം അത് കൊണ്ട് CPMന് വോട്ട് ചെയ്യണം എന്ന തരത്തിലൊരു പത്രസമ്മേളനം നടത്തിക്കാൻ CP മുഹമ്മദിൻ്റെ വീട്ടിൽ AV ഗോപിനാഥിനെയും കൂട്ടി KP അനിൽകുമാർ, ഒഡേപെക് ചെയർമാൻ, പഴയ കോൺഗ്രസിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി, ഇവർ രണ്ടുപേരും കൂടെ അവിടെ ചെന്ന് CP മുഹമ്മദിനോട് ചട്ടം കെട്ടുന്നു. ഇങ്ങനെയൊക്കെ പറയണം. CP മുഹമ്മദ് പറയുന്നു, ഞാനിപ്പോഴും കോൺഗ്രസിലാണ്, എനിക്കിതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തില്ല എന്ന് പറയുന്നു. CPM ഇവിടെ എന്തൊക്കെയാണ് ചെയ്തത്? ഈ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ഡേർട്ടി ട്രിക്സ് എന്തൊക്കെയാണ് ചെയ്തത്? മതത്തെ ഉപയോഗിച്ച് BJP ചെയ്യുന്ന കാര്യത്തെ പരസ്പര പൂരകം എന്നോണം മുനമ്പം വിഷയത്തെ കത്തിച്ച് ഉമർ ഫൈസി മുക്കത്തെയും മുസ്തഫ മുണ്ടുപാറയെയും ഉപയോഗിച്ച് സമസ്തയും സുപ്രഭാതത്തെയും സിറാജിനെ ഉപയോഗിച്ച് ഇപ്പോൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്ന് പറയുന്നു. മനോരമയും മാതൃഭൂമിക്കും ഒക്കെ പരസ്യത്തിന് എഡിറ്റോറിയൽ ഓവർസൈറ്റ് ഉണ്ട്. ഇത് കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കണം. ഇതുപോലൊരു പരസ്യം നിങ്ങൾ മനോരമയ്ക്ക് കൊടുത്താൽ അവർ പബ്ലിഷ് ചെയ്യില്ല. കാരണം അവരുടെ എഡിറ്റർമാർ കണ്ടിട്ടേ അത് പബ്ലിഷ് ചെയ്യുള്ളൂ. മാതൃഭൂമിക്ക് കൊടുത്താൽ അങ്ങനെ നടക്കില്ല. പക്ഷേ ഇതുപോലെയുള്ള ചെറിയ പത്രങ്ങളിൽ എഡിറ്റോറിയൽ ഓവർസൈറ്റ് ഇല്ല. അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം. പക്ഷെ ഞാൻ സംശയിക്കുന്നത് സുപ്രഭാതവും സിറാജും ഒക്കെ അതിൻ്റെ മാനേജ്മെൻറ്റ് ഉൾപ്പെടെ അറിഞ്ഞിട്ട് നടത്തിയ കളിയാണോ? ഇവിടെ നമ്മൾ വർഗീയത എന്ന് പറയുമ്പോൾ BJP ഒരു വശത്ത് പ്രതിരോധത്തിൽ നിർത്തും, മറുവശത്ത് CPM ചെയ്യുന്നതിനെ ആരും കാണുന്നില്ല. അത് ഒന്ന് തെളിയിച്ച് കാണിക്കുക. അപ്പോൾ പിരായിരിയിലെ വോട്ടാണ്
അതുകൊണ്ടാണ് ഹാഷ്മി എന്നോട് ചോദിച്ചത്, പിരായിരിയിൽ മുസ്ലിം വോട്ടുകൾ ചിലപ്പോൾ CPM-ന് കുത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സരിന് കുത്തിയിട്ടുണ്ടാവില്ല, പക്ഷേ ഈ ഒരു പ്രചരണത്തിൽ കുറെ മുസ്ലിം വോട്ടേഴ്സ് സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് UDF-ന് വോട്ട് ചെയ്യാതെ വീട്ടിലിരുന്നിട്ടുണ്ടാകാം എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ കൂടുതൽ വോട്ടുകൾ കൃഷ്ണകുമാറിന് വേണ്ടി ചെയ്യാൻ അവരെന്താണ് ചെയ്തത്? കൽപ്പാത്തിയിൽ രഥോത്സവത്തിന് പങ്കെടുക്കാൻ വരുന്ന പുറത്തു നിന്നുള്ള വോട്ടേഴ്സ് അവരെല്ലാം 20-ാം തീയതി വരെ അവിടെ തുടരണം എന്ന് BJP-യുടെ വോട്ടർമാരോട് പറയുകയും ആ വോട്ടെല്ലാം പോൾ ചെയ്യിക്കുകയും ചെയ്തിട്ടുണ്ട്. BJP ഇത്തവണ ചെയ്തത് മുനിസിപ്പാലിറ്റിയിൽ അവരുടെ കഴിഞ്ഞ തവണ പോളിംഗ് കുറഞ്ഞത് പരമാവധി കൂട്ടിയിട്ടുണ്ട്. അത് UDF-ന് ഒരു തലവേദനയാകും. BJP-ക്ക് ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സാധ്യത വന്നിട്ടുണ്ട്. ഓക്കെ.